So, welcome to this session. I'm Unnikrishnan, Academic Counselor, Indira Gandhi Open University Regional Center, Kalu, Kochi. Okay, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 13 കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത് യൂണിറ്റ് 13 കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കമ്മ്യൂണിറ്റി അതായത് നമ്മുടെ ജനങ്ങളുടെ ലോവർ ലെവലിലുള്ള അറിയാലോ, ഈ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ സെൽഫ് ഗവൺമെന്റും ഒക്കെ പിന്നെ ഈ ലോട്ട് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് അവർ പല ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കമ്മ്യൂണിറ്റിയുടെ റോൾ എന്താണ്? കമ്മ്യൂണിറ്റി റോള് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, സെൽഫ് ഗവൺമെന്റ്. ഇവിടെ കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ ലോവർ ലെവലിലുള്ള നമ്മുടെ മറ്റുള്ള ജനങ്ങളുടെ സാധാരണ NGOസും ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്താണ്, അതാണ് ഇതിൽ വിശദീകരിച്ചിരുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മുടെ ജനങ്ങളെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറുന്നു. ഇന്ന് തന്നെ ഇംഫാലിലോ മറ്റേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം അവിടെ പോയിട്ട് മണ്ണിൻ്റെ അടി കിടക്കുന്ന ജവാന്മാരെയൊക്കെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ കമ്മ്യൂണിറ്റിയാണ് അവിടെ. കാരണം ചില സ്ഥലത്ത് മറ്റുള്ളവർക്ക് ഇതിനെ പറ്റിയിട്ട് പരിചയം ഉണ്ടാവില്ല, ഏരിയ. അപ്പൊ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഈസ് ഓൾസോ റിക്വയർഡ് ടു സേവ് ദി പ്രഷ്യസ് ലൈഫ് ഓഫ് ദ പീപ്പിൾ who are all അതായത് ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ അഫക്റ്റഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് CBDM, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിന്റെ കീ ആസ്പെക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഏതെല്ലാം വിധത്തിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസ്ക് അസസ്മെന്റ്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏതെല്ലാം വിധത്തിൽ റിസ്ക് ഉണ്ട്. ഇപ്പൊ ലാൻഡ് സൈഡായിക്കോട്ടെ വീട് പോവും, മനസ്സിലായില്ലേ, അഗ്രികൾച്ചർ ലാൻഡ് പോവും. ഓക്കെ, അതേമാതിരി എന്ത് കലാമിറ്റി ഉണ്ടെങ്കിലും ഫ്ലഡ്, കൃഷിസ്ഥലം എല്ലാം നാശാവില്ലേ. അപ്പൊ അത് റിസ്ക് അല്ലേ. അപ്പൊ അതിന്റെ അസസ്മെന്റ്. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് ഏത് വിധത്തിൽ മാനേജ് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്ക്, അതെന്തെല്ലാം ഇതുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളെ അധികം വരുന്നുണ്ട്, നമ്മൾ പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്. ഈ ഡിസാസ്റ്റർ എനി ടൈം വി ക്യാൻ എക്സ്പെക്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മുടെ റിഫൈനറീസ് ഉണ്ട്. റിഫൈനറിയിൽ തീ പിടിച്ചാൽ നിങ്ങൾ വെള്ളം കൊണ്ട് കിടത്തിയാലൊന്നും അത് കെടില്ല, ആളിക്കത്തുക ചെയ്യുക. അപ്പോ അത്തരത്തിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ഏത് വിധത്തിലുള്ള കെമിക്കൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്യണം. നിയർ ബൈ ബിഗ് റിഫൈനറിയിൽ ഫയർ എഞ്ചിൻ, ഇത് ആംബുലൻസ്, ഇതൊക്കെ സന്നിധരായിരിക്കണം. കാരണം എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. ഈവൻ ഐ വിൽ ടെൽ യു, ഐ തിങ്ക് സം ഓഫ് ദം ഇൻ ബോംബെ, ഓൾ റിഫൈനറീസ് ആർ ലൊക്കേറ്റഡ് ഇൻ വൺ പ്ലേസ്. വളരെ ഡേഞ്ചറസ് ആണ്, മനസ്സിലായില്ലേ. വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചെമ്പൂരിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ അടുത്ത് എല്ലാ റിഫൈനറീസും ഒറ്റ സ്ഥലത്ത്. അതും വേറെ അപകടം. എനിക്ക് തോന്നുന്നില്ല വേറൊരു സ്ഥലത്ത് ഇതേമാതിരി ഉണ്ടോന്ന്. കാരണം അപ്പുറത്ത് ബാബ ടെമ്പററി സെന്റർ, ഇവിടെ രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ, ഇപ്പുറത്ത് ബോംബെ പെയിൻസ്. ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എനിക്കറിയില്ല, ഞാൻ അനവധി വർഷങ്ങൾക്ക് മുമ്പേയുള്ള കഥയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും റിഫൈനറി അവിടെ തന്നെ അല്ലേ, അതും ബിഗ് റിഫൈനറി തൊട്ടടുത്താണ്. അടുത്ത തന്നെ ബാബ ആറ്റോമിക് സെന്റർ, വിച്ച് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ദ വേൾഡ്. റേഡിയേഷൻസും മറ്റേയൊക്കെ നമ്മുടെ പ്ലൂട്ടോണിയം നമ്മുടെ പ്ലാന്റ് ഉണ്ട് അവിടെ, ബോംബ് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഏരിയയാണ് അവിടെയൊക്കെ. അവിടെയാണ് കൊണ്ട് റിഫൈനറീസ് നമുക്കെല്ലാം കൂടി സെറ്റപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആദ്യമൊന്നും ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അപകടങ്ങൾ വന്ന് തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ പഠിച്ച്. നോക്കുള്ളൂ, ചെറിയൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വരെ ആരത് ബോധറിയത്? ഗ്യാസിന്റെ ഇങ്ങനെ ഉണ്ടാവുന്ന ആരെങ്കിലും ഒരാൾ മരിക്കും, അല്ലെങ്കിൽ ബോയിലർ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുമ്പോൾ ഒരാളോ 2 ആളോ 3 ആളോ 10 ആളോ ഇങ്ങനെ മരിക്കും അല്ലേ. പക്ഷെ ഇതേമാതിരി ഒരു 10,000-കണക്കിന് ആളുകൾ മരിക്കുക എന്ന് പറയുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ അഫക്റ്റ് ചെയ്യുക, ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ആയിട്ട് പരിണമിച്ചു. അതിനുശേഷം പാഠം പഠിച്ചു. അപ്പൊ ഇതിന്നാണ് നമ്മൾ പഠിക്കുന്നത്.
പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ടായിരുന്നു. വെള്ളം എന്താ പറഞ്ഞ കത്തി ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക, അതൊന്നും ഇപ്പൊ പറ്റില്ല. കാരണം ഇലക്ട്രിക്കലും മറ്റേ ഇതൊക്കെ പലതും റേഡിയേഷൻസ് പലതൊക്കെ ഉണ്ടാവല്ലോ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയണം. ഐ വാസ് വർക്കിംഗ് ആസ് എ റീജിയണൽ ഹെഡ് ആക്ച്വലി. വൺ ഡേ I was traveling from Hyderabad to Kochi, and from Kochi, just I reached my house, and just പ്ലെയിനിൽ നിന്ന് വന്ന ആ ലഗേജ് അങ്ങനെ ഇറക്കുമ്പോഴേക്ക് ന്യൂസ് വന്നു. അതായത് അവിടുത്തെ കൊച്ചി ഓഫീസിന്റെ അവിടെ തീ പിടിച്ചിട്ട് വന്നു. നീക്കുള്ളൂ എന്താ സംഭവിച്ചു, ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ ഇൻചാർജ് ഞാനാണ് ഇനിയും. അപ്പോൾ ഉടനടി ഇവിടുന്ന് ഓടി ഞാൻ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ച് സെൻട്രലിൽ പോയി അവിടെ പോയി ആളി കത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ എങ്ങനെ കെടുത്തതെന്ന് അറിയില്ല, എവിടുന്ന് സംഭവിച്ചു എന്നറിയില്ല, എന്താ സംഭവിച്ചത് ഒന്നും അറിയില്ല, എല്ലാം കത്തി നശിച്ചു ഓഫീസ്. എന്താ സംഭവം അറിയാമോ? അതായത് അത് ഇന്നാണ് പഠിക്കുന്നത്, പലതും പഠിക്കാൻ പറ്റിയത്. അതായത് വിസാറ്റ് ടെക്നോളജി മനസ്സിലായില്ലേ, വയ സാറ്റലൈറ്റ് മുഖാന്തരം MBA പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ യൂണിവേഴ്സിറ്റി, ഞാൻ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റി. അപ്പൊ മുകളിൽ ആന്റിന ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആന്റിന കംപ്ലീറ്റ് ഇതെല്ലാം ഉണ്ടായിരുന്നു അത്. അപ്പൊ അതിന്ന് ആണല്ലോ നമ്മൾ സിഗ്നൽ കിട്ടുന്നത്. അത് ഇടിവെട്ടിയ സമയത്ത് അത് കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രവേശിച്ചു, കീപ്പെട്ട് അത് അങ്ങനെ ഇലക്ട്രിക്കൽ ആക്സിഡന്റ് ആയിട്ട് പരിണമിച്ചു. ഈ വയ സാറ്റലൈറ്റിന്റെ ആ ആന്റിന ഫിറ്റ് ചെയ്തിട്ട് അതിന് ഏതോ വിധത്തിലാണ് അതിൽ അപകടം പറ്റിയത് എന്താ എല്ലാം കത്തി നശിച്ചു. അപ്പൊ എന്താ പറയുക അറിയാം. പക്ഷെ ഇതിന്ന് എന്താ മനസ്സിലായത്, ഇങ്ങനെ അപകടം സംഭവിച്ചേക്കാം. ഉടനടി ഞങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ 183 MBA കോളേജ് ഉണ്ടായിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. അപ്പോ ഐ വാസ് ദ റീജിയണൽ ഹെഡ് ഹിയർ. ഉടനടി ഞാൻ ഇത് ഡയറക്ടർക്ക് മെസ്സേജ് ചെയ്തു, ദിസ് ഈസ് ഹാപ്പനിങ്. അതായത് ആന്റിന എന്നാണ് ഇത് വന്നത് അപ്പോ പല സെന്ററിലും ഇതേമാതിരിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ വി ഷുഡ് ടേക്ക് അഡക്വേറ്റ് പ്രിക്കോഷൻ. അതേമാതിരി സംഭവിക്കാതിരിക്കണം. അപ്പൊ അതിന് അഡക്വേറ്റ് പ്രിക്കോഷൻ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എടുക്കണം. കാരണം എവിടെയും സംഭവിക്കാമല്ലോ. അപ്പൊ ഇത് കത്തിപ്പോയി. അപ്പൊ ഉടനടി ഡയറക്ടർ എന്താ ചെയ്തൊക്കെ എന്റെ ലെറ്റർ കിട്ടിയ ഉടനെ അത് എല്ലാ സെന്ററിലേക്കും മേളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവളെ പ്രൊട്ടക്ട് ചെയ്യാതനുസരിച്ചിട്ട് നമ്മളെ പ്രിക്കോഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കൂ. ഓരോരോ അപകടം വരുമ്പോഴാണ് നമ്മൾ ഇത് പഠിക്കുക. അപ്പൊ അതേപോലെ ലാൻഡ് സ്ലൈഡ് തന്നെ അനവധി ആള് മരിച്ചിട്ടുണ്ട്. അപ്പോ എന്താ അപ്പൊ ഒന്ന് മനസ്സിലാവണം. അപ്പോ ലാൻഡ് സ്ലൈഡ് എങ്ങനെ വരുന്നത്, മരങ്ങളില്ലാതെ അതെല്ലാം വെട്ടിമാറ്റി, അങ്ങനെയാണ് അപകടം. അപ്പൊ മരങ്ങൾ വെച്ച് നിർപ്പിടിപ്പിക്കണം. മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ സൂക്ഷിക്കണം. ഒരു മരം വെട്ടിയാൽ അത് 10 മരം കൊച്ചുമരം അവിടെ നടണം. അതാണ് മെട്രോന്റെ പോളിസി. മെട്രോ നമ്മുടെ ഡൽഹി DMRC അവരൊരു മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ 10 മരം അവിടെ വെക്കും. കാരണം എന്താ വെച്ചാൽ വരുന്ന തലമുറയ്ക്ക്, അല്ലാതെ എല്ലാം വെട്ടി നശിപ്പിച്ചാൽ അതേമാതിരി സംഭവിക്കും. കാടില്ലെങ്കിൽ മഴ ഉണ്ടാകില്ല. ലാൻഡ് സ്ലൈഡ് കാട് ഫോറസ്റ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, അത് ചെയ്യുന്ന ലാൻഡ്. അപ്പോ കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെന്റ്. അപ്പൊ ഇതിൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇത് ബോട്ടം അപ്രോച്ച്. താഴെ ലെവലിൽ നിന്ന് പണ്ടൊക്കെ മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്ന ഓർഡർ, ഇപ്പൊ അങ്ങനെയല്ല. താഴെ ലെവലിൽ നിന്ന് ആളുകൾ ഇൻഫോം ചെയ്യാൻ തുടങ്ങും. ഓരോരോ അപകട സൂചന അത് മറ്റുള്ളവരെ അറിയിക്കും. വില്ലേജിലായിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, കലക്ടറായിക്കോട്ടെ, തഹസിൽദാരായിക്കോട്ടെ, RDO ആയിക്കോട്ടെ, അങ്ങനെ അറിയിച്ച് മുകളിൽ വരെ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ചീഫ് സെക്രട്ടറി ആയിക്കോട്ടെ. അപ്പോ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു ആദ്യം. പണ്ട് എങ്ങനെ അറിയോ, ഓർഡർ ചെയ്യും. തീ പിടിച്ചോ, എന്നാ വെള്ളം കെടുത്ത്, അങ്ങനെ ഓർഡർ ആയിരുന്നു പണ്ട്. അല്ലെങ്കിൽ ഈ വശം അങ്ങനെ ചെയ്യുക, ആ വശം അങ്ങനെ. ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും ഈക്വലി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ താഴെ നിന്നുള്ള ആളുകളും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ശ്രദ്ധിക്കണം ഒരു കാര്യം, അപകടങ്ങൾ വരുമ്പോ യു കനോട്ട് ഇഗ്നോർ ദ കോൺട്രിബ്യൂഷൻ ഡൺ ബൈ ദി ലോവർ ലെവൽ പീപ്പിൾ. അതായത് ലോവർ ലെവൽ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഉദ്ദേശം താഴ്ന്ന തസ്തികയിൽ വർക്ക് ചെയ്യുന്നവരെന്നുള്ള അർത്ഥം കേട്ടോ. അങ്ങനെയല്ല, അവര് എല്ലാ മനുഷ്യരും എല്ലാം ഒന്നാണ്. ഇവിടെ ഒരു സംഭവം ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ നോക്കൂ, in 2018 there was a flood in Kerala. കേരളത്തിൽ ഫ്ലഡ് വന്നിരുന്നു. എല്ലാവരും അങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും വിട്ട്, തുറന്നു വിട്ട് എല്ലായിടത്തും വെള്ളം, എല്ലാ നദികളും ഓവർഫ്ലോ, എല്ലാ നദികളും അറിയാമോ. കേരളത്തിൽ 44 റിവേഴ്സ്, അതിലെ ഒരു 2 3 അല്ലെങ്കിൽ 4 5 ഒഴിച്ച് ബാക്കിയെല്ലാം
ഓവർഫ്ലോ കംപ്ലീറ്റ് നോർത്തിലും സൗത്തിലും മിഡിലും എല്ലാം ഓവർഫ്ലോ ആയി. പക്ഷേ ജനങ്ങൾ പലയിടത്തും അഫക്റ്റ് ചെയ്തു, അനവധി ആൾ മരിച്ചു, അനവധി ആളുടെ പ്രോപ്പർട്ടി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവസാനം ഒരു ഗത്യന്തരമില്ലാതെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഫിഷർമാൻ, അവരുടെ കഴിവിനെ ആരും ശ്രദ്ധിച്ചില്ല. അവര് കടലിൽ പോയിട്ട് മല്ലടിക്കുന്നവരാണ്, മത്സ്യം പിടിക്കുന്നവരാണ്. ഏത് തിരമാലകൾ വന്നാലും ശരി അതിന്റെ മീതെ പോകുന്ന ആളുകളാണ്. അവരുടെ ആരും ശ്രദ്ധപ്പെട്ടില്ല ആദ്യം. പക്ഷെ അവര് സ്വമേധയാ വന്ന് ഓരോരുത്തരെ രക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗവൺമെന്റിനും ജനങ്ങൾക്കും മനസ്സിലായത് യഥാർത്ഥ ആളുകള് ഈ വെള്ളത്തിൽ ഇതേമാതിരി വരുന്ന സമയത്ത് ഇവരുടെ കോൺട്രിബ്യൂഷൻ, ഇവരെയാണ് നമ്മൾ ചെയ്യേണ്ട. കാരണം അവര് കടലിലും ഇതേമാതിരി തിരമാലകളും വേലിയേറ്റം വേലിയിറക്കം ഒക്കെ അവർക്കറിയാം. അവർ ജനിച്ചു വളർന്ന കോശ ഇതിലല്ലേ, അപ്പൊ വെള്ളത്തിന് അവർ പേടിക്കില്ല. അതാണ്. അപ്പൊ ഇതൊക്കെ നോക്കൂ, ലോവർ ലെവലിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നോക്കൂ. അവര് വന്നപ്പോഴാണ് കണ്ണു തുറക്കണം നമ്മുടെ ഗവൺമെന്റ്. അതായത് ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അവരുടെ ബോട്ട് നമ്മുടെ ഇവിടുന്ന് മണ്ണെണ്ണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ഡീസലോ എന്തെങ്കിലും മേടിക്കാതെ സ്വയം പൈസ ചെലവഴിച്ചിട്ട് സ്വന്തം ബോട്ട് എടുത്തിട്ടാണ് ഓരോരുത്തർ രക്ഷിച്ചു അനവധി ആളുകളെ. അപ്പൊ അവർക്കറിയാം എവിടെ പോകണം, എങ്ങനെ പോകണം, ആ ഇതില് ഇത്ര. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇൻ ദ ഇനീഷ്യൽ ടോപ്പ് ഡൗൺ പണ്ട് മുകളിൽ നിന്ന് താഴേക്കാണ് ശേഷം വന്ന്. ഇപ്പൊ അങ്ങനെയല്ല. പണ്ട് കണ്ടോ, കമാൻഡ് ആൻഡ് കൺട്രോൾ അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അഫക്റ്റഡ് പോപ്പുലേഷൻ പോളിസി മേക്ക്, പിന്നെ പോളിസി എല്ലാ നിയമങ്ങളും പുറത്തുനിന്ന് മുകളിൽ വരും. ഇപ്പൊ അങ്ങനെയല്ല. അതുവരെ കാത്തിരുന്നുണ്ടെങ്കിൽ നമ്മളെ വടിപിടിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, ഉദാഹരണം ഞാൻ പറയട്ടെ, ഒരു ഡാം പൊട്ടുമ്പോ നമ്മുടെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഇതെടുക്കട്ടെ എന്ന് നമ്മുടെ ചീഫ് എഞ്ചിനീയറോ വേറെ ആരെങ്കിലും വിചാരിച്ച എന്താ സ്ഥിതി? മുഴുവൻ തട്ടി എല്ലാം പോലും മുഴുവൻ വെള്ളത്തിലടിയിലാവും. സോ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഡിസ്ട്രിക്ട് കളക്ടർ ഓർ എനിബഡി അവര് കാരണം വാണിംഗ് കൊടുക്കണം. കോസ്റ്റൽ അല്ല ഏരിയയിൽ നിന്ന് ബോർഡർ ഈ റിവറിന്റെ ഏരിയ എന്നൊക്കെ മാറണം, എല്ലാം ഇന്നത് വരും. അപ്പൊ അതാണ് യു വിൽ ബി ഇൻട്രൊഡ്യൂസ് ടു ദ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസ്ക് അസസ്മെന്റ്. പിന്നെ റിസ്ക് അസസ്മെന്റ് വിച്ച് കവേഴ്സ് ആസ്പെക്ട്സ് സച്ച് ആസ് ഹസാർഡ്, വൾനറബിലിറ്റി. ചില ഏരിയ വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളുണ്ട്. ചിലത് ഇപ്പൊ നമ്മുടെ ബോംബെയിലായിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ചില ഏരിയ വളരെ വൾണറബിൾ ആണ്. ആക്സിഡന്റ് എപ്പോഴും ഇതേമാതിരി നേച്ചുറൽ കലാമിറ്റി ഒക്കെ എന്നും വരും. അതായത് ഹസാർഡ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ വണ്ണത്തെ ഏറ്റവും ഒരു ഇതില് അപകട മേഖലയിൽപ്പെട്ട ഒരു രാജ്യമാണ്. എന്ത് സംഭവിക്കുക ഏത് സമയത്തേക്കും. അതേമാതിരി കേരളം അതെ. അപ്പോ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ എല്ലാം. അപ്പോ ഇറ്റ് എനാമറേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രഡീഷണൽ അപ്രോച്ച്. പണ്ട് എന്താ ചെയ്തത്, ഇപ്പൊ എന്താ ചെയ്യണം. ഓക്കെ, അതാണ്. പിന്നെ അടുത്ത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീ ആസ്പെക്ട്. കമ്മ്യൂണിറ്റി കീ, അതായത് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം ആസ്പെക്ട് അല്ലേ, സോറി, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് CBDM കമ്മ്യൂണിറ്റി ബേസ്ഡ് അതിന്റെ മാനേജ്മെന്റ് കീ ആസ്പെക്ട്. കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ചില സമയത്ത് അപകടങ്ങൾ വരുമ്പോൾ അപകടങ്ങൾ എപ്പോഴും വന്നേക്കാം. അപ്പോൾ നമ്മളത് തയ്യാറെടുപ്പ് നടക്കണം, ആളുകളെ ട്രെയിൻ ചെയ്യണം. നമ്മുടെ എങ്ങനെയാണ് ഓരോരോ ഇത് കലാമിറ്റി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജനങ്ങളെ പേടി നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. ഫസ്റ്റ് എയ്ഡ്, ഹോസ്പിറ്റൽസ്, ആംബുലൻസ്, ഫയർ ബ്രിഗേഡ്, ഇവരുടെ നിയർ ബൈ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഓർക്കണം. അതായത് ഇത് പിന്നെ പല വിധത്തിലുള്ള ഓരോരോ ഹോസ്പിറ്റലുണ്ട്. ഏത് വിധത്തിലുള്ള അപകടമാണോ അതേ വിധത്തിലുള്ള ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് ഉള്ള നല്ല നല്ല ഇതിലുള്ള ഇത് പോകണം. പിന്നെ ഇവിടെ പിന്നെ ഒരു പോയിന്റ് ഇവിടെ പറയാനുള്ളത്, ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് കീ ആസ്പെക്ട്. ഓക്കെ, സി കമ്മ്യൂണിറ്റി ബേസ്ഡ് ദിസ് തിങ് ഹാസ് ബോട്ടം അപ്പ് അപ്രോച്ച്. അത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസ്ക് മാനേജ്മെന്റില് ഹസാർഡ്, വൾണറബിലിറ്റി, റിസ്ക് ആൻഡ് കപ്പാസിറ്റി അസസ്മെന്റ് നമ്മളെ അസസ് ചെയ്യുന്ന ഓരോരോ അതിനെ പറ്റിയിട്ടുണ്ട്. പിന്നെ യു വിൽ ബി ഇൻട്രൊഡ്യൂസ് ടു ദി കൺസെപ്റ്റ് ഓഫ് കമ്മോഡിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസ്ക് അസസ്മെന്റ്, അതിന്റെ വൾണറബിലിറ്റി, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നത്. നൗ
കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് CBDM, അതായത് കീ ആസ്പെക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ. ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ, നോക്കൂ, നമ്മുടെ ഡിസാസ്റ്റർ റിസ്ക്, അതായത് ഓരോരോ ഡിസാസ്റ്റർ വരുമ്പോൾ എന്തെല്ലാം റിസ്ക്, ഏതെല്ലാം വിധത്തിൽ റിസ്ക് വരുന്നു. അത് ഇപ്പോൾ ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ ഏതെല്ലാം റിസ്ക് വരും. വാട്ടർ സപ്ലൈ, ഇലക്ട്രിക് ലൈൻ, പിന്നെ മുഴുവൻ മണ്ണിൻ്റെ അടിയിൽ ഇത് ആളുകൾ വിടും. അതേമാതിരി പല വിധത്തിലുള്ള ഹെൽപ്പ് അവിടെ ആവശ്യമാണ്. വെള്ളം, ഭക്ഷണം, ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ്, മറ്റേ ഹോസ്പിറ്റൽസ്, ഇവർ എടുത്തുകൊണ്ട് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഹെലികോപ്റ്റർ, അതൊക്കെ വേണ്ടി ചില സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എർത്തുകേക്ക് പർവ്വത നിരകളിലൊക്കെ വരുമല്ലോ, അവിടെ ഹെലികോപ്റ്റർ പോകും ചില സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് കമ്മ്യൂണിറ്റി കംപ്രൈസിങ് ദ പീപ്പിൾ ആൻഡ് ദ ലോക്കൽ, അതായത് ചില സമയത്ത് ഷെൽട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ടെമ്പററി ഷെൽട്ടേഴ്സ്. കാരണം ചിലപ്പോൾ തണുപ്പ്, ചിലപ്പോൾ ചൂട്, ഇതൊക്കെ ഉണ്ടാവും ചില സമയത്ത്. ഇപ്പൊ നിങ്ങൾ ഇന്നലത്തെ പേപ്പറിൽ കണ്ടിരുന്നു, അമേരിക്കയിലെ ടെക്സാസ്, അവിടെ അനവധി ആളുകൾ ബിക്കോസ് ഓഫ് വളരെ ഹീറ്റായിട്ടുള്ള ഇതിൽ അനവധി ആളുകളും അവിടെ മരിക്കേണ്ടായി. മനസ്സിലായില്ലേ? എത്ര 48 50 പേരാണ് മരിച്ചത്. അപ്പൊ ഇതൊക്കെ സംഭവിക്കും. അപ്പൊ അതിനെ ഇങ്ങനെ നമ്മൾ തരണം ചെയ്യണതൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത്. ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ മാക്സിമം നമ്മൾ റിസ്ക് റിഡക്ഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആർ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ദ പീപ്പിൾ ടു ബിക്കം വൾണറബിൾ. പിന്നെ കമ്മ്യൂണിറ്റിയാണ് ആദ്യം തന്നെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും ഭൂമി ഉൾക്കൊള്ളുന്ന ജനങ്ങളല്ലേ ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ദി കമ്മ്യൂണിറ്റി ഹാസ് ലോഡ്, അവരുടെ അനവധി നാശനഷ്ടം അവർക്ക് സംഭവിക്കുന്നു. സ്ഥലം, വീട്, വെള്ളം, അഗ്രികൾച്ചർ ലാൻഡ്, ഇതെല്ലാം പോകുന്നു. അതേപ്രകാരം ഹാൻഡ്ലിംഗ് ഡിസാസ്റ്റേഴ്സ്, ഒരു കമ്മ്യൂണിറ്റി ആസ് ദ പാർട്ട് ഓഫ് ദ ഫോർഫ്രണ്ട്, അവര് മുമ്പിൽ വന്നിട്ടാണ് എല്ലാ വിധത്തിലും തരണം ചെയ്യുന്നത്. അപ്പൊ അവരുടെ സഹായം നമ്മൾ എപ്പോഴും ചെയ്യണം. മാത്രമല്ല അവരെ പ്രോത്സാഹിക്കണം, അവരെ ട്രെയിനിങ് കൊടുക്കണം, പല വിധത്തിൽ ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ളത്, ഇതിനൊക്കെ അതിനുള്ള എക്യുപ്മെന്റ്സും വേണം. അങ്ങനെ അപ്പോ ഇമ്മൻസ്, അതായത് ഈ വളണ്ടിയേഴ്സ് കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കണം. വളണ്ടിയർമാരുടെ കപ്പാസിറ്റി, അവർക്ക് എന്തെല്ലാം സാധിക്കും എന്ന് നമുക്ക് അറിയണം. ഞാൻ ജസ്റ്റ് വരുന്നതിന് മുമ്പേ ഒരു വീഡിയോ കാണാനുണ്ടായി. ഒരാൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഒരു ട്രാഫിക് പോലീസ്, അതായത് അയാളെ അയാളെ എന്താ പറയേണ്ടത്, ഹോം ഗാർഡാണ്. ഹോം ഗാർഡ് ഞാൻ ജസ്റ്റ് ഇവിടെ വരുന്നതിന് മുമ്പ് കണ്ട വീഡിയോ ആണ്. ആളുകൾക്കുള്ള ഓരോരുത്തരുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് അളക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാഫിക് ഹോം ഗാർഡ്. നിങ്ങൾ വിചാരിക്കും എന്താ അയാൾ ചെയ്യണമെന്നല്ലേ. പക്ഷേ എത്രയോ ഒരു ജംഗ്ഷനിലെ ഒറ്റ ട്രാഫിക് പോലീസ്, ഈ ഹോം ഗാർഡ്, അതിൽ ഒരു സിഗ്നലും ഇല്ല, യാതൊന്നും ഇല്ലാത്തോടത്ത് ഓരോ 8 9 ജംഗ്ഷൻ റോഡ് വന്ന് ചെയ്യുന്ന സ്ഥലത്ത് സിംഗിൾ പേഴ്സൺ ഏത് വിധത്തിലാണ് കൺട്രോൾ ചെയ്തത്. ആ എന്താ പറയണ്ടേ, ട്രാഫിക് കൺട്രോളിൽ നിന്ന് ആരെയും കൂടുതൽ നിർത്തിക്കാതെ സ്മൂത്ത് ട്രാഫിക് ഫ്രം ഓൾ ഡയറക്ഷൻസ് ആൾ എങ്ങനെ ചെയ്തിരുന്നത്. ആളെ നടു റോഡിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ അയാളെ വല്ല മാജിക്കോ വല്ല എന്താ മറ്റേ സർക്കസിൽ ഇതേമാതിരിയാണ്. അതേമാതിരി ആടി ഉലഞ്ഞ് ഓരോരോ ഡയറക്ഷനിൽ ഓരോരോ സിഗ്നൽ കൊടുത്ത് അയാൾ വിരലുണ്ടും ഒക്കെ കൂടി അയാൾ നോക്കുമ്പോ എല്ലാവരും പറയാൻ തുടങ്ങി ഇളിങ്ങനെ തന്നെയാണ്. ഒരാളെ അധികം നിർത്തില്ല വണ്ടികൾ, പക്ഷെ ലൈറ്റില്ല. അതൊരു ഡേഞ്ചറസ് ജംഗ്ഷൻ. ഒരു അപകടമില്ലാതെ സിംഗിൾ ഹാൻഡഡ്ലി ഹി വാസ് കൺട്രോളിങ് ദ എൻ്റെ ട്രാഫിക് ആ ജംഗ്ഷന്റെ. അപ്പൊ ഇത് ഒരാൾ കാറിൽ പോകുമ്പോൾ ഇത് കണ്ടപ്പോ ഇത് കൗതുകമായിട്ട് കാറ് പാർക്ക് ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരാളുടെ കപ്പാസിറ്റി, ആരൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ സൈഡില് നിർത്തിയുള്ള കാറ്, എന്നിട്ട് ട്രാഫിക് പോലീസിനോട് പറഞ്ഞു 1 മിനിറ്റ് ഒന്ന് വരാൻ പറ്റുമോ, ഒരു കാര്യം ചോദിക്കേണ്ടത്. അപ്പൊ ട്രാഫിക് പോലീസ് എല്ലാം റോഡെല്ലാം കംപ്ലീറ്റ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആക്കി ഏകദേശം ഒരു ചെറിയൊരു സമാധാനമായ ഒരു അന്തരീക്ഷം എത്തിയപ്പോൾ പിള്ളേർ വന്നു. വേഗം ഈ കാറിലിരിക്കുന്ന ആളെ സല്യൂട്ട് ചെയ്തു. അയാൾക്ക് അറിയില്ല ആരാ കാറിലിരിക്കണം. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? പറയുന്നതാണ് പേരും. എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ റിട്ടയർഡ് ഫ്രം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, 25 കൊല്ലം സർവ് ചെയ്തിട്ട് ഇപ്പം എന്ത് ചെയ്യണം, ഞാൻ ഹോം ഗാർഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ നല്ല ബ്യൂട്ടിഫുൾ കൺട്രോളിങ് ഓഫ് ദിസ് തിങ് ആണ്. അപ്പോൾ അയാള് പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ ജനസേവനല്ലേ. ജനസേവനത്തിന് എങ്ങനെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം? ഗവൺമെന്റ് അതിന് എക്സ്പെൻഡിച്ചർ ഇല്ലാതെ ഈ ട്രാഫിക് സിഗ്നലൊന്നും ഇല്ലാതെ തന്നെ ഏത് വിധത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യാം? ഞാനത് എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ജനങ്ങൾ സഹകരിക്കുന്നു, അവർക്കെല്ലാം ഇത് വളരാതെ അങ്ങനെ. സോ അപ്പോൾ അയാളുടെ കപ്പാസിറ്റി ഞാനും ഇത് കണ്ടപ്പോൾ വളരെ വളരെ എന്താ പറയുക പ്രൈസ് വർത്തി. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. നോ ഡെഫിനേഷൻ ഓഫ് CDM, അതായത് ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അതായത് CBDM, ഏഷ്യൻ അതായത് ഓഫ് കോഴ്സ് ഇത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇതിൽ ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അതായത് പ്രിപ്പയർ ചെയ്യുക എത്ര മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡിഫൈൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആസ് an approach that seeks to actively engage. ഏത് റിസ്കിലും അത് ഐഡന്റിഫൈ ചെയ്യുക. ഏതെല്ലാം വിധത്തിലാണ് ആദ്യം അപകടങ്ങൾ ഏത് വിധത്തിലാണ് ഐഡന്റിഫൈ ചെയ്യണം. പെട്ടെന്ന് അവിടെ ചാടിയിട്ട് പോരത്. ഇപ്പൊ നമ്മളെ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ ആ സമയത്ത് പോയിട്ട് ചാടി പിടിച്ച് ആളെടുക്കാൻ പറ്റുമോ? അപ്പൊ പോയി ആൾക്കും കിട്ടില്ലേ? അപ്പൊ നമ്മൾ ഏത് വിധത്തിലുള്ളതാണെന്ന് നോക്കണം, അനലൈസിസ് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, മെന്ററിങ് വേണം, മോണിറ്റർ ചെയ്യണം, എവാക്യുവേഷൻ വേണ്ടി വരും, ആളുകളെ മാറ്റേണ്ടി വരും, മാറ്റി താമസിപ്പിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആളുകൾ ചിലപ്പോൾ ഡെഡ് ബോഡി ഉണ്ടാവും, അവരെ തൂക്കിപ്പിടിച്ച് വേണ്ടി വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, ആംബുലൻസ് വേണ്ടി വരും, പോലീസ് വേണ്ടി വരും, ഫയർ ഫൈറ്റിംഗ് വേണ്ടി വരും, കംപ്ലീറ്റ് അങ്ങനെ വേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിനൊക്കെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. അതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ്. പിന്നെ ജനങ്ങൾ വളണ്ടറി, NGOs, ഓൺ ചോയ്സ് ആൻഡ് ഡിസിഷൻ കമ്മ്യൂണിറ്റി, അവരെന്നെ നിന്നിട്ട് അവരെന്നെ നല്ല നല്ല സേവനം ഈ NGOസും ചെയ്യുന്നു. അപ്പൊ നമുക്ക് റെഡ് ക്രോസ്, നമ്മുടെ യുദ്ധ ഇതിലെ യുക്രൈനിലെ റെഡ് ക്രോസ് എന്നിട്ടല്ലേ അവരും മരണപ്പെടുന്നു. ചിലപ്പോ ബോംബിടുമ്പോ അവർ ചെന്നിട്ടല്ലേ മെഡിസിൻ, അത് ഇത് ഫുഡ് സപ്ലൈ ഇതുപോലൊക്കെ ഹെലികോപ്റ്റർ എല്ലാം കൊടുക്കുന്നതല്ലേ. അപ്പോ ഓൺ ചോയ്സ് വളണ്ടറിലി ആരുടെ ഇതില്ലാണ്ട് അവരെന്നെ ചെയ്യുന്നു, ഡിസിഷൻ അവരെന്നെ എടുക്കുന്നു ചില കാര്യങ്ങളിൽ. പക്ഷെ നല്ല കാര്യങ്ങൾ വെൽഫെയർ ഓറിയന്റഡ്. ഓക്കെ, കപ്പാസിറ്റി കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മൾ എന്താണ് കമ്മ്യൂണിറ്റിയുടെ കപ്പാസിറ്റി എന്താണ്? അത് ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞ ഒരു ഫിഷർമാൻ്റെ കമ്മ്യൂണിറ്റി, അവരെ ഒരിക്കലും അതല്ല, വളരെ നമ്മൾ അത് കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്. കാരണം വെള്ളത്തിലെ പാവങ്ങൾ, അതായത് മഴയത്ത് അവർക്ക് പോകാൻ പറ്റില്ല, ആ സമയത്ത് അവര് പക്ഷെ അതിനോടൊക്കെ മല്ലടിച്ച് അവരുടെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കിയത് ഈവൻ സ്റ്റേറ്റ് ലൈക്ക് കേരള ഓൺലി ഡ്യൂറിങ് ഫ്ലഡ് ഇൻ 2018. അതിനുശേഷമാണ് അവര് എല്ലാം വിളിച്ച് ഇത് റിവാർഡോ എന്തൊക്കെ കൊടുത്ത, മോണിറ്ററി ബെനിഫിറ്റ് എന്തെല്ലാം കൊടുത്ത്. അതുവരെ അവരുടെ കഴിവിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായില്ല. കൂടുതൽ അവര് മീൻ പിടിക്കുന്നത് നമ്മൾ വാങ്ങുന്നു, അതല്ല. പക്ഷേ അവരുടെ കഴിവിനെ അന്നാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയത്. അപ്പോൾ അറ്റൻഷൻ ടു വൾണറബിൾ, ചിലയിടത്ത് ചില വൾണറബിൾ ഗ്രൂപ്പ് അതുണ്ട്. പിന്നെ വേറെ ഇതിൽ ഒരു പോയിന്റ് പറയാനുള്ളത് ഡിസാസ്റ്റർ റിഡക്ഷൻ ആക്ടിവിറ്റീസ്. ഡിസാസ്റ്റർ റിഡക്ഷൻ ആക്ടിവിറ്റീസ് ആണ് ഇനി പറയുന്നത്. അതായത് യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. അതായത് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ ലോക്കലായിട്ട് എന്തൊക്കെ അവിടെ റിസോഴ്സ് അവൈലബിൾ ആണ്, എന്തെല്ലാം അവർക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഓൺ ചോയ്സ്, അതായത് ഓരോരോ സന്ദർഭത്തിൽ പെട്ടെന്ന് അവനവൻ തന്നെ തീരുമാനം എടുത്ത് രക്ഷപ്പെടുത്തുന്ന ആൾ ഇതില്ലേ. ചില അവനവന്റെ ജീവൻ ബലിയർപ്പിച്ച്, അതായത് ചിലപ്പോ വണ്ടിയിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് അങ്ങനെ ചിലവരൊക്കെ വീഴുന്ന ആളുകളെ രക്ഷിക്കുക, സിംഗിൾ ഒരു കൈ പിടിച്ച് തൂങ്ങിയിട്ടൊക്കെ എത്രയോ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ട് പോലും സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ ഇവിടെ എന്താ പറയുന്ന ഓൺ ചോയ്സ് ആൻഡ് ഡിസിഷൻ, നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് എന്ത് ഓൺ ചോയ്സ് ആൻഡ് ഡിസിഷൻ. ദെൻ കപ്പാസിറ്റി, ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അറ്റൻഷൻ ടു വളണ്ടിയർ ഗ്രൂപ്പ്, ഇവിടെ എന്താണ് പറയുന്നത് അറിയോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് അറിയോ? അപകടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൾഡ് ഏജ് ആയിട്ട് ആളുകളെ, ചിൽഡ്രൻ, അതേമാതിരി സിക്ക് പീപ്പിൾ, അസുഖം പിടിച്ച ആളുകളെ, അവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ജനങ്ങള്, ചില വില്ലേജിലെ ഒരാള് രണ്ടാള് ഒക്കെ താമസിക്കുന്ന 5, 10. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ നമ്മുടെ അവരുടെ ഇതില് ട്രൈബൽ ബെൽറ്റിൽ തന്നെ കുറച്ചു പേരേ ഉള്ളൂ. അവരുടെ ഏരിയയിലെ ഒരു ചില കമ്മ്യൂണിറ്റി കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. കുറച്ച് ഏതാനും 100 സംതിങ്
അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകം നമ്മൾ അവിടെയുള്ള അതേമാതിരിയുള്ള ആളുകളെ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് അതൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മളെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അഡക്വേറ്റ് അറ്റൻഷൻ ഈസ് ടു ബി ഗിവൺ ഇൻ ഓൾ ഏരിയ. അത് കമ്മ്യൂണിറ്റിക്ക് പറ്റും. എവിടെല്ലാം ഗ്രാമങ്ങളിൽ എത്രത്തോളം ആളുകളുണ്ട്, ട്രൈബൽ ബെൽറ്റില് SC ST ഇവിടെ ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾ എവിടെയൊക്കെ അത് ജനങ്ങൾക്ക് അറിയൂ, അവിടെ താമസിക്കുന്നവർക്ക് അറിയൂ. മനസ്സിലായില്ലേ? അതാണ് വൾനറബിൾ ഗ്രൂപ്പ്. പിന്നെ അറ്റൻഷൻ അപ്പൊ പണ്ട് നോക്കൂ, ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട് ഇപ്പോഴത്തെ അപ്രോച്ച്. പണ്ട് അപകടങ്ങൾ പറ്റുമ്പോൾ പിന്നെ നോക്കൂ എന്താണ് അറിയോ, ഈ അപകടങ്ങൾ വരുമ്പോൾ ദൈവം മഴ പെയ്ച്ചു, ഫ്ലഡ് വന്നു, ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതാണ് ട്രഡീഷണൽ അപ്രോച്ച് ആദ്യം ഞാൻ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ CBDM അപ്രോച്ച് ഇന്നത്തെ ആദ്യത്തെ പറയുന്നു. പണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ, അപകടങ്ങൾ സംഭവിച്ചു, വെള്ളപ്പൊക്കം വന്നാൽ വെള്ളപ്പൊക്കം വന്നു, മഴ വന്നു, എന്തപ്പം നമ്മളെന്താ ചെയ്യണത് എന്നുള്ളതല്ലേ. മരിച്ചുപോയി, അസുഖം പിടിച്ചവന് അസുഖം, വീട് പോയതിന് വീട് പോയി. പണ്ടത്തെ അതായിരുന്നു, പോയത് പോയി. പിന്നെ പണ്ട് പീപ്പിൾ ആർ കൺസിഡേർഡ് ആസ് ഹെൽപ്ലെസ്. പണ്ട് ഞങ്ങളിപ്പോ എന്ത് ചെയ്യാന്, ഒരു നിവൃത്തിയില്ല, മഴ വന്നാ തന്നെ ഹെൽപ്ലെസ്നെസ്. അടുത്ത് പീപ്പിൾ ആർ റെസിപ്പിയന്റ് ആൻഡ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റെൻഡ്. അവരുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ടോട്ടലി മറ്റുള്ളവരെ എന്തെങ്കിലും സഹായം ചെയ്യണം. അതന്നെ ഭക്ഷണം പോലും മറ്റുള്ളവർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ, കാരണം അവരിൽ ഒന്നുമില്ല. പിന്നെ വേറൊന്ന്, നീഡ് ആൻഡ് ഡാമേജ് അസസ്മെന്റ് ഡൺ ബൈ എക്സ്റ്റേണൽ. പണ്ട് ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ എത്രത്തോളം അഫക്റ്റ് ചെയ്തു എന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കണം. ആ വില്ലേജിൽ എന്താ പറ്റിയത് എന്ന് അവരല്ല തീരുമാനിക്കുക, മറ്റുള്ളവരെ തീരുമാനിക്കുന്നത്. കാരണം അവർക്ക് തീരുമാനിക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ എന്താ അപകടങ്ങൾ എന്തൊക്കെ നശിച്ചു എന്ന് അവർക്ക് അസസ് ചെയ്യാനുള്ള ഇതില്ല. പിന്നെ അടുത്ത ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്. പണ്ടൊക്കെ ഇങ്ങനെ ഓരോരോ അവന്റെ വീട് പോയി, അല്ലെങ്കിൽ ഇവളുടെ വീട് പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി, അതേ ഉള്ളൂ. നമ്മളെ ജനറൽ ആയിട്ട് എത്രയൊന്നും നോക്കില്ല, അവനവന്റെ അതായത് ഒരു സെൽഫിഷ് വേ ആണ് നമ്മൾ ചെയ്തത് പണ്ട്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റിലീഫ് പ്രൊവൈഡഡ് ടു ദ കമ്മ്യൂണിറ്റി. അപ്പൊ പണ്ട് ഒരു അതുകൂടിയിട്ടായിരുന്നു മരിച്ചു. പണ്ട് ഈ സ്മാൾ പോക്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു ട്രീറ്റ്മെന്റും ഇല്ല, യാതൊന്നുമില്ല, വന്നു മരിച്ചു. പണ്ട് ഒരു കാലത്ത് കേട്ടോ, പണ്ട് ഒരു കാലത്ത് മരിച്ചു, ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ചിലവർ രക്ഷപ്പെട്ടു. ഒരു കാലത്തെ കാര്യമാണ് പറഞ്ഞത്. അതിൽ 2 വിധം ഉണ്ട്, ഒന്ന് കറുത്തത്, ഒന്ന് വെളുത്തത്. കറുത്തത് പോയ തന്നെ, അതായത് വളരെ ഡേഞ്ചറസ് ആണ്. പിന്നെ മനസ്സിലായില്ലേ? അപ്പോ ഇപ്പില്ലേ, അതും കൂടി ഞാൻ പറയാം. ഇപ്പൊ സ്മാൾ പോക്സ് ഇസ് ഇറാഡിക്കേറ്റഡ് ഫ്രം ഇന്ത്യ. ഓക്കെ, അപ്പൊ അത് പിന്നെ ചിലർ പറയാ ദൈവത്തിന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർ വിശ്വാസങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് അതിലെന്താണ് പറയുന്നത് വെച്ചാൽ, യു സി ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ് ഇപ്പോഴത്തെ, എല്ലാവരും കൂടി. പിന്നെ അത് കഴിഞ്ഞ പീപ്പിൾ ആർ ആക്റ്റീവ്, വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ വളരെ ആക്റ്റീവ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നീഡ് ആൻഡ് ഡാമേജ്. ഇപ്പോഴത്തെ ഡാമേജ് അസസ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം പല ഏജൻസിയാണ് ചെയ്യുന്നത്. കലക്ടർ ചെയ്യും, അല്ലെങ്കിൽ തഹസിൽദാർ ചെയ്യും, അല്ലെങ്കിൽ വേറെ RDO ചെയ്യും, മറ്റുള്ളവർ ചെയ്യും. അങ്ങനെ എത്രത്തോളം അഫക്റ്റ് ചെയ്തു അതെല്ലാം അവരാണ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ അവർ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യും. പിന്നെ ഇറ്റ് ഫോക്കസ് ഓൺ അസിസ്റ്റിങ്. അങ്ങനെ പിന്നെ കമ്മ്യൂണിറ്റി അസിസ്റ്റ് ചെയ്യാൻ അവർക്ക്. ഇപ്പൊ നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഓരോ ജനങ്ങൾക്ക് എല്ലാം വീട്ടിൽ താമസിക്കണം, ഷെൽട്ടറും മറ്റേ ഭക്ഷണം കൊടുക്കുന്നില്ലേ. ഓക്കെ, പിന്നെ ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ് കമ്മ്യൂണിറ്റി ആൻഡ് ദെയർ സ്ട്രക്ചർ. കമ്മ്യൂണിറ്റി, അപ്പൊ അതുകൊണ്ട് അവരുടെ ഇതും നമ്മളെ ഡെവലപ്പ് ചെയ്യണം. ഈ നമ്മൾ അവരൊക്കെ ജീവിക്കുന്ന സ്ഥലത്തെ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ കൺസിഡേർഡ് ആസ് കമ്മ്യൂണിറ്റി അവയർനെസ്. ജനങ്ങൾക്കറിയണം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്ന അവയർനെസ് കൊടുക്കണം. അതായത് ഇപ്പൊ നമുക്ക് ലാൻഡ് സ്ലൈഡ് എടുത്ത് അവിടെ താമസിക്കരുത്, അവിടുന്ന് മാറി താമസിക്കണം. സൈക്ലോൺ വരുന്ന സമയത്ത് കടൽ തീരത്ത് താമസിക്കരുത്, അവിടുന്ന് പോകണം, ബോട്ട് പോകരുത് കടലിലേക്ക്. അപ്പൊ പണ്ട് ഇത് കണ്ടുപിടിക്കാൻ എപ്പോഴാ തിരമാല വരുന്ന, സൈക്ലോൺ വരുന്ന ആർക്കും അറിയില്ല. പോയി. അപ്പൊ ഒക്കെ ദൈവത്തിന് കൊടുത്തതാണ് എല്ലാ കാര്യങ്ങളും. പോയി. ഇതങ്ങനെയല്ല. ഇപ്പൊ എല്ലാം സാറ്റലൈറ്റ് മാത്രമല്ല, നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഓക്കെ, മോഡേൺ.
അപ്പൊ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ അല്ല മോഡേൺ അപ്രോച്ച്. പിന്നെ ഇവിടെ വേറെ ഒന്ന്, ഇറ്റ് ഫോക്കസസ് ഓൺ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീസ് ടു അഡ്രസ് ദ വൾണറബിലിറ്റി. പിന്നെ വേറെ ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിയോട് നമ്മൾ എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പം തന്നെ അവർക്ക് അത് എളുപ്പമായിട്ട് മറ്റുള്ളവർക്ക് ആരെ സേവ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഓഫ്കോഴ്സ് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്, നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നു. പിന്നെ പണ്ടത് ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒന്നാമത് അവർക്ക് പവർ ഉണ്ടായിരുന്നില്ല, പഞ്ചായത്തിനൊന്നും പ്രസിഡന്റിനൊന്നും അങ്ങനെ പണ്ട് പവർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫൈനാൻഷ്യൽ പവർ ഒക്കെ ഉണ്ട്. പിന്നെ ഫോക്കസസ് ഓൺ സ്ട്രെങ്തനിങ് community and their structure. Already existing management is considered as community aware awardees and പിന്നെ വേറെ കാര്യം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അതേമാതിരി റിസ്ക്, അതേമാതിരി സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്, അതും അത്യാവശ്യമാണ്. ഓക്കെ. പിന്നെ ഹസാർഡ് അസസ്മെന്റ് എപ്പോഴും എവിടെയത് ഹസാർഡ് അസസ്മെന്റ് വന്നോ? അത് ഒരു മിനിറ്റ്. ഓക്കെ, ഹസാർഡ് അസസ്മെന്റ് അതെന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ട്രാജഡി, അല്ലെങ്കിൽ ഇന്റൻസിറ്റി, എത്ര ഭൂമി കുലുക്കം 6 റിക്ടർ സ്കെയില്, 7 തീർന്നു പരിപാടി, 8 അതിലും തീർന്നു പരിപാടി. അപ്പൊ അതിന്റെ എത്രത്തോളം എഫക്ട് ഉണ്ടെന്ന്, വെള്ളപ്പൊക്കം എത്രത്തോളം എഫക്ട് ചെയ്തു, എവിടെല്ലാം ഏതെല്ലാം ഡിസ്ട്രിക്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഇമ്പാക്ട്. പിന്നെ വാട്ട് ആർ ദ എലിമെന്റ്സ്, എന്തൊക്കെ റിസ്ക്, കന്നുകാലികൾ പോയോ, ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടോ, പോസ്റ്റുകളെല്ലാം ഒലിച്ചു പോയോ, റോഡ് പോയോ, ഡാം ബ്രിഡ്ജ് പോയോ, അതന്നെ. പിന്നെ വാട്ട് ക്യാൻ ബി ദ പോസിബിൾ എക്സ്റ്റെന്റ് ഓഫ് ലോസ്, എത്രത്തോളം നഷ്ടം. പിന്നെ സാധാരണ ചിലപ്പോ 200 കോടി നഷ്ടമായിട്ടുണ്ടെങ്കിൽ 600 കോടി എന്ന് പറയും സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലേ? അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് റിയൽ അസസ് ചെയ്യും ചില സമയത്ത്, കണ്ടോ, അവരുടെ ടീം വന്നിട്ട്. പിന്നെ വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ, ഒന്നാമത് 600 കോടി പറഞ്ഞാൽ 200 കോടി കിട്ടൂ. പിന്നെ വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദിസ് ഹസാർഡ്സ്, അതേമാതിരി ഈ ഹസാർഡിന്റെ ഡ്യൂറേഷൻ കൂടി നോക്കണം. ഈ നമ്മൾ നോക്കും, ഈ ഇതുണ്ടല്ലോ നമ്മുടെ വെള്ളപ്പൊക്കം, ഇതിന്റെ സൈക്ലോൺ, ഇത് എത്ര ദിവസം ഉണ്ടാവും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവുക, 2 ദിവസം ഉണ്ടാവുക, ആ ഡ്യൂറേഷൻ കൂടി നോക്കണം. അതിനനുസരിച്ചിട്ട് പിന്നെ വൾണറബിലിറ്റി അസസ്മെന്റ്. യെസ്, ഹസാർഡ് അസസ്മെന്റ് പറഞ്ഞു. വൾണറബിലിറ്റി, അതായത് മേക്കിംഗ്, എന്താണ് വൾണറബിലിറ്റി അസസ്മെന്റ്, എവിടേക്ക് ഏതെല്ലാം ഏരിയ അഫക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, കേരള കുട്ടനാടല്ലേ എപ്പോഴും വെള്ളപ്പൊക്കം മറ്റേതൊക്കെയാണല്ലേ ഓരോരോ ഏരിയയിൽ, അല്ലേ, കുട്ടനാട്. അപ്പൊ അതായത് ഏതെല്ലാം ഏരിയ ഇത് അഫക്ട് ചെയ്യുന്നു. കാരണം റോഡ് മുഖാന്തരം എങ്ങനെ മനുഷ്യർ പോകാൻ പറ്റില്ല, വെള്ളം മറ്റേ വഞ്ചിയിലും മറ്റേതിലൊക്കെ അല്ലേ പോക്ക്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ അപ്പൊ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, പോപ്പുലേഷൻ, ജനസാന്ദ്രത, ഏജ്, വയസ്സന്മാര് കൂടുതൽ, കുട്ടികളുണ്ടാവും, കൊച്ചുകുട്ടികള്, ഇപ്പൊ പ്രസവിച്ച കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 മാസം മുമ്പേ, 2 ദിവസം മുമ്പേ ഒക്കെ ഉണ്ടാവും. ഓൾഡ് ഏജ് ഉണ്ടാവും. കാരണം വളരെ ഡിസീസ്, ക്യാൻസർ, ഇതും ഒക്കെ ആയിട്ട്, ക്ഷയരോഗം, അങ്ങനെയൊക്കെയുള്ള മൂവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യണം. പിന്നെ ലൈവ്ലിഹുഡ്, ജനങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടും. ഭക്ഷണം കഴിക്കാൻ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ റേഷൻ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം. അഗ്രികൾച്ചറൽ, കൃഷിസ്ഥലം പോകും. ഫിഷറി, കംപ്ലീറ്റ് കൾച്ചറൽ അസറ്റ്സ്, ഓക്കെ, ലൈബ്രറി, മ്യൂസിയം, ഹെറിറ്റേജ്, ഇതൊക്കെ ബിൽഡിംഗ് ഒക്കെ ചിലപ്പോൾ തരികിട എല്ലാം പോകും. ഓക്കെ. പിന്നെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതൊക്കെ. പിന്നെ അപ്പൊ എത്രത്തോളം ഇതിന്റെ വൾണറബിലിറ്റി, എന്തെല്ലാം അഫക്റ്റ് ചെയ്യും, ഏതെല്ലാം അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ആദ്യം മാപ്പ് ഉണ്ടാക്കണം. അപ്പൊ കപ്പാസിറ്റി അസസ്മെന്റ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടൂൾസ് ഫോർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ്. ടൂൾസ്, ആദ്യം ഹിസ്റ്റോറിക്കൽ പ്രൊഫൈൽ. ജപ്പാന്റെ നോക്കൂ, ഹിസ്റ്റോറിക്കലി ഭൂകമ്പം, ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കം എല്ലാം ഉണ്ടാവും, അതിന് ഹിസ്റ്ററി. അങ്ങനെ പല പല ഏരിയയിലുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് മാപ്പിംഗ്, ഏതെല്ലാം അഫക്റ്റ് ചെയ്യുക, അതൊരു റിസ്ക് ആയിട്ടുള്ള ഏരിയ നമ്മളെ ഇതുണ്ടല്ലോ, നമുക്കറിയാം. ചില സമയത്ത് നമ്മൾ ഈ മതിൽ കെട്ടുമ്പോൾ ചില സമയത്ത് ഇടയ്ക്കൊരു ഗ്യാപ്പ് വിടുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ റെയിൽവേ പാളം, ഇടയ്ക്കൊരു ഗ്യാപ്പ് വിടുന്നുണ്ടോ? കാരണം വേനൽക്കാലത്ത് അത് വികസിക്കും. കാരണം ചില സമയത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ അതിനുള്ള ഗ്യാപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം സീസണൽ കലണ്ടർ, ഈ ഓരോരോ സീസണിലാണ് ചില സമയത്ത് വെള്ളപ്പൊക്കമൊക്കെ വരെ.
ഏത് ടൈമിൽ. അപ്പോൾ ഓരോ പ്രശ്നം, മേഘസ്ഫോടനം, മറ്റേത് ഇടിവെട്ടല്, മറ്റേതൊക്കെ ഉണ്ടല്ലോ ഓരോ സമയത്തല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമ്മളെ ജൂൺ മാസത്തില് മഴ തുടങ്ങും, അല്ലെങ്കിൽ നോർത്തിലെ സ്നോ ഫാളിങ്, ജനുവരി ഫെബ്രുവരി മാർച്ച്, അല്ല ജനുവരി ഫെബ്രുവരി -1 -25 കാർഗില് 20 ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പലതും സംഭവിക്കും. വെള്ളം ഇതും മറ്റേ ഇതും എല്ലാം ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ. പിന്നെ വേറൊന്ന് ട്രാൻസാക്ട് വാക്ക്, അതായത് കൈമാറുക. വേറൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസ്, ജെൻഡർ മാപ്പിംഗ്. ജെൻഡർ മാപ്പിംഗ് ആണും പെണ്ണും മറ്റേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് ലൈവ്ലിഹുഡ്, അത് പറഞ്ഞു. ഡിസാസ്റ്റർ റാങ്കിങ്. പിന്നെ ഈ ഡിസാസ്റ്റർ റാങ്കിങ് പറഞ്ഞാൽ എ സോൺ, ബി സോൺ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഓരോ സോണ് ക്ലാസിഫൈ ചെയ്യും. ഇത് ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്ക് യെല്ലോ അലർട്ട്, റെഡ് അലർട്ട്, ഗ്രീൻ, അങ്ങനെയൊക്കെ പല അലർട്ട് ഇല്ലേ, ഡേഞ്ചറസ് ആണ് റെഡ്. അപ്പൊ അതൊക്കെയാണത് റാങ്കിങ്. ഓക്കെ. നോ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമിംഗ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ വേണം, ഓറിയന്റേഷൻ, ആളുകളെ ബോധം ഉണ്ടാക്കണം, സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് റിസോഴ്സ്, നമുക്ക് എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കണം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ കൈകാര്യം ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. നമ്മുടെ നോക്കൂ, ഇതിന്റെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറുടെ കീഴിൽ അനവധി സ്ഥാപനങ്ങളുണ്ട്. അതേമാതിരി മുനിസിപ്പാലിറ്റി ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ പറഞ്ഞ NGOs ഉണ്ട്, പിന്നെ ഓക്കെ, പിന്നെ സിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതുണ്ട്. അങ്ങനെ പല 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 വില്ലേജിൽ പല അറേഞ്ച്മെന്റ് ഉണ്ട്. അങ്ങനെ ബ്ലോക്കിലുണ്ട്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിലുണ്ട്. അങ്ങനെ ഓരോരോ ഏരിയ അവർ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മളെ കമ്മ്യൂണിറ്റിക്ക് ഓറിയന്റേഷൻ കൊടുക്കണം. പിന്നെ സ്റ്റോക്ക് ടേക്കിംഗ് ഓൾറെഡി പറഞ്ഞു, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി പറഞ്ഞു കഴിഞ്ഞു, ഫോർമുലേഷൻ, പ്രിപ്പയർനെസ്, എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ നമ്മളെ കൈകാര്യം ചെയ്യണം. പിന്നെ ഡ്യൂറിങ് ഡിസാസ്റ്റർ, എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നാൽ അതിനെ നമ്മളെ റെസ്ക്യൂ, പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടുത്തുക, ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക. അതേമാതിരി മൃഗങ്ങളെ, ഇതിനൊക്കെ നമ്മളെ കാത്തു സൂക്ഷിക്കുക. അവര് കാരണം അവർക്ക് എന്താ വേണ്ട, തിന്നലും ചിലർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഡെബ്രീസ് ക്ലിയറൻസ്, അവശിഷ്ടങ്ങള്, വീട് വീണത്, ആളുകൾ മരിച്ചത്, ശവം, ഇതൊക്കെ ഡെബ്രീസ് റിമൂവ്. ഡെബ്രീസ് പറഞ്ഞ ശവമല്ല ഞാൻ പറയുന്നത്, ഈവൻ ബിൽഡിങ് വീണത് മറ്റേതൊക്കെ ഉണ്ടാവില്ലേ, ഈ ഒഴുക്ക് വെള്ളം, മറ്റേ നദി കംപ്ലീറ്റ് പലതും മണ്ണും ഇതൊക്കെ ഉണ്ടല്ലേ, അതെല്ലാം പെട്ടെന്ന് മാറ്റണം. ഓക്കെ. പിന്നെ കാരണം ചിലപ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും ഡെഡ് ബോഡി. ഓക്കെ. പിന്നെ വേറെ കാര്യം, നീക്കുമ്പോഴും പ്രത്യേകം സൂക്ഷിക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇത് വരും, മണ്ണ് കുത്തിയൊലിച്ച് വരും. അതിൽ പാമ്പ് പോലും ഉണ്ടാവും. മലയെന്നായിരിക്കും ചിലപ്പോൾ വെള്ളങ്ങൾ വരിക. അപ്പോൾ അത് മലമ്പാമ്പും അതൊക്കെ ഇവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അത്. പിന്നെ ഡീറ്റെയിൽ ഡാമേജ് അസസ്മെന്റ് വേണം, എന്തെങ്കിലും പ്രിപ്പറേഷൻ വേണം. ആകെ പറഞ്ഞു. സോഷ്യലായിട്ട് ജനങ്ങളെ മാറ്റി താമസിപ്പിക്കുക, ഹെൽത്ത് സെന്റർ, സ്കൂള്, അവർ അംഗൻവാടി, ഇതൊക്കെ വേണം. പിന്നെ മോണിറ്ററിങ്, ഇതൊക്കെ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇതുണ്ടല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോണിറ്റർ സിസ്റ്റം ആവശ്യമാണ്. ഓക്കെ. പോസ്റ്റ്, അതിനുശേഷം നമ്മളെ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിലെ എല്ലാം സംഭവിച്ചതിന് ശേഷം എത്ര അപകടം പറ്റി, അതേമാതിരി എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഓവർകം ചെയ്യും, ഇവർക്കൊക്കെ വീട് എങ്ങനെ കൊടുക്കും, എത്ര പൈസ, കൃഷിക്കാർക്ക് അതേമാതിരി ജോലി ചെയ്യാൻ നിവൃത്തിയില്ല, അവർക്ക് എന്തത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുക, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി, അതേമാതിരി മോണിറ്ററിങ്. അപ്പോൾ in this unit we have covered an important topic that is community-based disaster management. I discussed earlier, the role of community is very vital. അതാണ് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ അവർ എൻകറേജ് ചെയ്യണം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം. ഓക്കെ. അതന്നെ. പിന്നെ അടുത്ത ചാപ്റ്ററാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതിൽ പറയുന്ന എവോൾവിങ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, സ്കോളർലി perspectives on disaster management strategies, international and national strategies for disaster management. Disaster management strategy India. ഓക്കെ. അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ ഇൻട്രൊഡക്ഷനില്? As discussed in the previous unit, disasters have been a wide repercussion. ഡിസാസ്റ്റർ എപ്പോഴും റെപ്പർക്യൂഷൻ ഉണ്ടാവും, അതിഭയങ്കര. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞ പോരെ.
ഭോപ്പാലിൽ എത്രയോ വർഷം ഞാൻ എന്തുകൊണ്ടാണ് നാഗസാക്കി ഹിരോഷിമ എടുക്കുക കേരളത്തിലെ കാസർഗോഡ് ഇതുവരെ ആളുകൾ അതൊന്നും മുക്തി നേടിയിട്ടില്ല. മനസ്സിലായ? അപ്പോ ഭോപ്പാലും അത് ഇന്നും അതെ പലതും അംഗവൈകല്യമൊക്കെ ആയിട്ട് പല ആളുകളുണ്ടായി അഫക്റ്റഡ് ഏരിയയില്. വൈഡർ റെപ്പർക്കുഷൻ മരുന്ന് കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്ന ചിലത് ചിലത് മരിച്ചുപോയി, ചിലത് മരിക്കായിരിക്കും നല്ലത്. കാരണം എന്താ അറിയോ, ജീവിക്കാനും പറ്റില്ല, അങ്ങനെ മരിച്ചിട്ടുമില്ല, അങ്ങനത്തെ ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലീഡിങ് ടു ഹ്യൂജ് ലോസസ് ആൻഡ് ഡാമേജസ് ആൻഡ് ദി സിനോറിയ ഈസ് എ ഗ്ലോബൽ ഫിനോമിന. അങ്ങനെ വിചാരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്, എല്ലായിടത്തും ഉണ്ട്. ചൈനയിലുണ്ട്, ചൈനയിൽ ഒരു പ്രാവശ്യം ഡാമിന് പൊട്ടി, മനസ്സിലായില്ലേ? അങ്ങനെ റഷ്യയിലെ നമ്മുടെ അറ്റോമിക് ദിസ് പവർ പ്ലാന്റ് അതേമാതിരി പലയിടത്തും across the border disaster impact has been increasing. പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ബോർഡർ ഏരിയയിലെ ചൈന, പാകിസ്ഥാൻ, എല്ലാ ഈ ബോർഡർ, മെക്സിക്കോയിൽ കണ്ടില്ലേ നമ്മുടെ അമേരിക്ക, വളരെ വളരെ വൾണറബിൾ ഇതാണ് ഓരോ നമ്മുടെ എല്ലായിടത്തും കേട്ടോ. അങ്ങനെ വിചാരിക്കണ്ട, ഭയങ്കര ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ബോർഡർ ഏരിയ, അത് കർഷകർ കൃഷി ചെയ്യുന്ന പേടിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഗോതമ്പോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത് എപ്പോഴാണ് അവിടുത്തെ അപ്പുറത്തുനിന്ന് ഉണ്ട വരിക എന്നറിയില്ല, മനസ്സിലായില്ലേ? വളരെ അപകടം പിടിച്ച സ്ഥലമാണ് ഈ ബോർഡർ ഏരിയ. കാരണം എപ്പോഴും ഇത് പലതും ഉണ്ടാവും, മൈൻസ് മറ്റേതൊക്കെ. അപ്പോ ബോർഡേഴ്സ്, ദ ഡിസാസ്റ്റർ ഇമ്പാക്ട് ഹാസ് ബീൻ ഇൻക്രീസിങ് ഡേ ബൈ ഡേ അല്ലേ. എപ്പോഴാണ് വരുന്നത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എക്സ്ട്രീം വെതർ കണ്ടീഷൻ, ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂട് വേണം പറയുമ്പോൾ തണുപ്പ് ഉള്ളപ്പോൾ ചൂട്, മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യില്ല. അതുകൊണ്ട് അഗ്രികൾച്ചറിൽ നിന്നും പ്രോപ്പറായിട്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ കൂടി വരുന്നു, ജനങ്ങളുടെ നീഡ് ഇൻക്രീസ് ചെയ്യുന്നു, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ തയ്യാറാകണം. അൺപ്ലാൻഡ് അർബൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്ലാനിങ് ഇല്ലാത്ത സിറ്റി ഡെവലപ്മെന്റ്. ഡ്രെയിനേജ് ഇല്ല, ബിൽഡിംഗ് തോന്നിയ മാതിരി, സ്ട്രക്ചർ തോന്നിയ മാതിരി, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന വയർ കംപ്ലീറ്റ് വയർ അങ്ങോട്ടും കീപ്പെട്ടും അതും ഇതും അവിടുന്ന് ഇവിടുന്നും ഒക്കെ എന്താ പറയുക, കേബിൾസും മറ്റേതൊക്കെ. അതേമാതിരി ഒരു പ്ലാനും ഇല്ലാതെ അർബനൈസേഷൻ, ഉദാഹരണം ചെന്നൈ, അതേമാതിരി പലതും പണ്ടത്തെ സിറ്റികളതൊക്കെ. അപ്പോൾ ഒരു പ്ലാനിങ്ങിൽ ഇന്ന് അത് പറ്റില്ല, പ്ലാനൊക്കെ വേണം. ഡെമോഗ്രാഫിക് ചേഞ്ചസ്, പിന്നെ ഓരോ ഡെമോഗ്രാഫി ചേഞ്ചസ്, ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്രീസിങ് പ്രഷർ, നാച്ചുറൽ റിസോഴ്സിന്റെ പ്രഷർ. നോക്കൂ, വെള്ളം, ഒറ്റ ഉദാഹരണം, വെള്ളം വളരെ ഷോർട്ടേജ് ആയിട്ട് വരികയാണ് ലോകത്തില്. എത്രയോ അടിയിൽ കുഴിച്ചാലാണ്. എന്താ പ്രശ്നം അറിയോ, ഈ ടെക്നോളജി ഇൻക്രീസ് ചെയ്ത സമയത്ത് ഏറ്റവും അടിയിൽ നമ്മൾ പമ്പ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും. അപ്പൊ വെള്ളം കമ്മിയെ ജനസംഖ്യ കൂടി, റിക്വയർമെന്റ് കൂടി, വെള്ളത്തിന്റെ ലെവൽ കീപ്പിട്ടും പോയി. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ, നാളേക്കും ഈ വെള്ളം ആവശ്യമുണ്ടെന്ന് ഓർക്കുന്നില്ല. നാളെ വരുന്ന ഉള്ളത് മുഴുവൻ ആദ്യം തന്നെ കുഴിച്ചെടുക്കണം. മിനറൽസ്, മെറ്റൽസ്, കോലാർ ഗോൾഡ് മൈനില് ഇപ്പൊ ഗോൾഡ് മൈൻ കംപ്ലീറ്റ് കിണർ അത് കംപ്ലീറ്റ് മൂടി, കാരണം ഉള്ള ഗോൾഡ് എല്ലാം എടുത്തു. നാളേക്ക് വേണമെന്ന് നമ്മൾ ഓർക്കുന്നില്ല, മനസ്സിലായോ? അപ്പൊ നാച്ചുറൽ റിസോഴ്സ് എന്തെല്ലാം ഇപ്പൊ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗോൾഡിന്റെ നമ്മുടെ ചില കൾച്ചറൽ ദിസ് ചിലയിടത്ത് വെള്ളി ആണ് ഉപയോഗിക്കുന്നത്, ചിലയിടത്ത് ഗോൾഡ്. ഉദാഹരണം തമിഴ്നാട്ടില് വെള്ളി, ഇവിടെ കേരളത്തിൽ ഗോൾഡ്. അപ്പൊ ഓരോരുത്തരുടെ നെസസിറ്റി ഡിഫറെന്റ് വേ ആണ്. കൾച്ചറൽ ഇതൊക്കെ ഓരോരോ വിധത്തിലാണ് ചിലവരത് പിന്നെ അവരുപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ പറയാം. അപ്പൊ റിസ്ക് ഓറിയന്റഡ് അപ്രോച്ച് ചേഞ്ച് ഇൻ റിസ്ക് റിഡക്ഷൻ അപ്രോച്ച്. അപ്പൊ റോ മെറ്റീരിയലും നാച്ചുറലും എല്ലാം ഇത് നാച്ചുറൽ റിസോഴ്സസ് കമ്മിയായിട്ട് വരികയാണ്. ഭൂമിയിൽ കുഴിച്ചെടുക്കാൻ പറ്റത്തോളം കുഴിച്ചെടുത്തിരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ബോധമില്ല, അടുത്ത നമുക്ക് തന്നാവണം നമ്മുടെ പോക്കറ്റ് പൈസ വരണം. സോ ദ റിസ്ക് ഓറിയന്റഡ് അപ്രോച്ച് ചേഞ്ച് റിസ്ക് റിഡക്ഷൻ ഓൾസോ. റിസ്ക് റിഡക്ഷൻ നമ്മൾ നോക്കണം. വിത്ത് ദ ചേഞ്ച് അപ്രോച്ച് ദ ഫോക്കസ് വാസ് മോർ ടുവേർഡ് അഡോപ്റ്റിംഗ് സ്ട്രാറ്റജി. വളരെയധികം നല്ല സ്ട്രാറ്റജി വേണം. റിസ്ക് പാടില്ല, ഡിസാസ്റ്റർ ഡിഡക്ഷൻ വേണം. ഏതെല്ലാം വിധത്തിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഈ വീടുകളൊക്കെ വെക്കുമ്പോൾ ഇത്രയും പാടും, സ്ട്രക്ചറൽ ഡിസൈൻ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട്, കാലാവസ്ഥ, ഭൂമിശാസ്ത്രം ഇതൊക്കെ നോക്കിയിട്ട് വേണം. Thus, disaster management strategies focus on various components like improving the capacity, community adopting prevention better than cure. Okay, അപ്പോ പ്രിവെൻഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കത്തുന്നു വിചാരിക്കുക, കത്തിക്കുന്നത് ഫയറിനെ തടയുന്നതല്ലേ നമ്മൾ പ്രിവെൻഷൻ. ഓക്കെ, അപ്പൊ അത്
പ്രിപ്പയർനെസ് വളരെ ആവശ്യമാണ്. പിന്നെ എവോൾവിംഗ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, അതാണ്. അതായത് ഗ്യാപ്സ് ഇൻ പോളിസീസ്, നല്ല നല്ല പോളിസീസ് വേണം നമുക്ക്. അതായത് ഹൈ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ക്രൈസിസ്, അതായത് നീഡ് ഫോർ പ്ലാനിങ് ആൻഡ് ഓർഡർ. നോക്കൂ, ബോംബെ മാതിരിയുള്ള സിറ്റി 40 നില 50 നിലയുള്ള ബിൽഡിംഗ് തീ പിടിച്ചാൽ ചെയ്യും. അപ്പൊ അതിന്റെ ഇത് പോകാനുള്ള നമ്മുടെ ഫയർ ഫൈറ്റിങ്ങിന്റെ അതനുസരിച്ചിട്ട് വേണ്ടേ? അതേമാതിരി റിഫൈനറി തീ പിടിച്ചാൽ ചെയ്യും, അതനുസരിച്ചിട്ട് വേണ്ടേ? കെമിക്കലും മറ്റതൊക്കെ. അപ്പൊ അതുമായിട്ടുള്ള ഇവോൾവ് ചെയ്യണം. പിന്നെ ഹൈ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്, അത്. പിന്നെ വേറൊന്ന് കറപ്റ്റ് പ്രാക്ടീസസ് എവിടെയെങ്കിലുണ്ടാ? ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കറപ്ഷൻ. എന്താണ് ഈ കറപ്ഷൻ? കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് മുതലെടുക്കുന്ന ആളുകളുണ്ട്, ഗവൺമെന്റ് അടക്കം, ഓഫീസർമാരടക്കം. കാരണം നമ്മൾ അത് ചെയ്തു, ഇത് ചെയ്തു, ആളുകൾക്ക് ഇന്ന സഹായം ചെയ്ത് ക്യാഷ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഒരു ചുക്കും ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു, വീടുണ്ടാവില്ല, അല്ലെങ്കിൽ താമസിക്കാൻ പറ്റില്ല, അവിടെ വെള്ളം ഉണ്ടാവില്ല, കാട്ടിലായിരിക്കും, വല്ല പാമ്പിന്റെയും മറ്റേതിൻ്റെയൊക്കെ അടി. അങ്ങനെയൊക്കെ മുതലെടുക്കുന്നവരുണ്ട്. കറപ്ഷൻ, അതായത് ഇത്തരത്തിലുള്ള ഇതിലെ ഇൻഷുറൻസ് തട്ടിയെടുക്കുക, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കൊടുക്കേണ്ടത് നമ്മളെടുക്കുക. ഇങ്ങനെയൊക്കെ പല കറപ്റ്റ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്തത് ലാക്ക് ഓഫ് സിറ്റുവേഷണൽ അവയർനെസ്. ജനങ്ങൾക്ക് ആ സിറ്റുവേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ കൺട്രോൾ, സെൻട്രലൈസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെൻട്രലൈസ്ഡ് ഇതായിരിക്കണം അപ്രോച്ച്. എന്തെങ്കിലും കൊടുക്കുമ്പോൾ സെൻട്രലൈസ് ആയിട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇത് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം കറപ്ഷൻ കീപ്പിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും അതെ, ഓരോരുത്തരുടെ ഇത് ഇപ്പോഴും കിട്ടുന്നില്ല. ചിലവരുടെ കിട്ടേണ്ട കാലം എത്രയോ വർഷങ്ങളായിട്ട് ചില ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് പിന്നെ ലാക്ക് ഓഫ് കോർഡിനേഷൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ, ലാക്ക് ഓഫ് കോർഡിനേഷൻ്റെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ഈ കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അതാണ് ഞാൻ പറയുന്നത്. അതായത് റീസെൻ്റ്ലി ഒരു ആള് അവനവൻ്റെ ബ്രെയിൻ ഇതിൻ്റെ ഹെമറേജിലുണ്ട്, കണ്ണ്, മൂക്ക്, ഇതൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ആരും കുറ്റമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഐ എം നോട്ട് ടെല്ലിങ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഒരു എക്സാമ്പിൾ, അതായത് പിന്നെ കണ്ണ്, മൂക്ക്, അവൻ ലിവർ, കിഡ്നി ഇതൊക്കെ ഡൊണേറ്റ് ചെയ്തു. ബ്രെയിൻ ഹെമറേജ്, ഒരു യങ് ബോയ് തൊണ്ട്. അപ്പോൾ ദെൻ വാട്ട് ഹാപ്പൻ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് പെട്ടെന്ന് ഓരോരോ അവയവം മാറ്റി കൊടുക്കുകയാണെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഇത്ര മണിക്കൂർ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഹാർട്ട് ആയിക്കോട്ടെ, അത് ഇത്ര മണിക്കൂർ, ലിവർ ആയിട്ടോ ഇത്ര മണിക്കൂർ, കിഡ്നി ഇത്ര മണിക്കൂർ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എവിടെ ചെയ്യുന്ന വെച്ചാൽ, ഡൊണർ ആർക്കാണോ കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ആ മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ? സാധാരണ ഇപ്പോൾ 15 ഒന്നല്ലെങ്കിൽ എയർ ആംബുലൻസ് ഉണ്ട്, ട്രാഫിക് എല്ലാം, അല്ലെങ്കിൽ മെയിൻ നമ്മൾ സിഗ്നൽ എല്ലാം ഇതിന് ഗ്രീൻ ആയിട്ട് കൊടുക്കും. മറ്റുള്ള ട്രാഫിക് നിർത്തി ഈ ആംബുലൻസിന് പോയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ പ്ലേസ് പറയുന്നില്ല, ദാ പോയി മെഡിക്കൽ കോളേജിലെത്തിയിട്ട് ആ പെട്ടിയും തൂക്കിയിട്ട് അവിടെ നിൽക്കുകയാണ്. അത് സ്വീകരിക്കാൻ ആളില്ല. എങ്ങനെയുണ്ട്? ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ അത് അവിടെ എത്തണം. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ വാണിംഗ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാ വരുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ തയ്യാറായിട്ട് എടുക്കണ്ട. അവിടെ ഇത് സ്വീകരിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പറേഷൻ അവസാനം ഒരാൾ എടുത്തിട്ട് തൂക്കി പിടിച്ച് പോയിട്ട് ലിഫ്റ്റ് എവിടെ അറിയില്ല. കാരണം അത് ആരും കുറ്റപ്പെട്ട കാര്യമില്ല. കാരണം വലിയ കോംപ്ലക്സ് ആവുകൊണ്ട് ലിഫ്റ്റ് എവിടെ എന്ന് നമുക്കറിയില്ല. ലിഫ്റ്റ് തന്നെ പിടിക്കണ്ടേ? അപ്പോൾ ഓരോരോ മിനിറ്റും പോവാണ്, ഓർക്കണം കേട്ടോ. ഇത്ര മിനിറ്റുള്ള ഹൃദയം മറ്റേ ഇതൊക്കെ ഇത്ര മിനിറ്റിൻ്റെ ഉള്ളുണ്ട്. അപ്പൊ വേറൊന്ന്, ഹൃദയം ഒരാളാണ് കൊണ്ടുപോകുന്നത്, ലിവർ വേറൊരാളാണ് കൊണ്ടുപോകുന്നത്, വേറൊരു ഡോക്ടറാണ്. അതേമാതിരി കിഡ്നി വേറൊരു ഡോക്ടറാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയ സമയത്ത് വേറെ ഡോക്ടർ പറഞ്ഞാൽ വേറെ ഹോസ്പിറ്റലായിരിക്കും ഓരോന്ന്. അപ്പോൾ അവിടെ പോയി ഓപ്പറേഷൻ തിയേറ്ററിൽ വേറെ ഓപ്പറേഷൻ നടക്കും പറയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവസാനം എന്ത് പറയണം ചുരുക്കത്തിലെ? മണിക്കൂറുകൾ, 4 മണിക്കൂർ അങ്ങനെ എന്തോ സംതിങ് എന്തോ ഡിലേ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞു സക്സസ്ഫുള്ളി ആൻഡ് ഹി ഡൈഡ്. അതായത് ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷെ ആള് മരിച്ചു. അതാ ഞാൻ പറഞ്ഞത് സക്സസ്ഫുള്ളി ഹി ഡൈഡ് പറഞ്ഞത്. കാരണം ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷെ ആള് മരിച്ചു. കാരണം ഇത്ര മിനിറ്റുള്ള അവിടെ തന്നെ. കാരണം ലാക്ക് ഓഫ് കോർഡിനേഷൻ. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ആരും കുറ്റമല്ലേ പറഞ്ഞത്. പിന്നെ സ്കോളർലി, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സ്കോളർലി? ഇതിനൊക്കെ ഓരോരോ ഏജന്റ് ഉണ്ട്. ഇതിനൊക്കെ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഇതിന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ ഓരോരോ ഗൈഡ് ലൈൻസ് ഉണ്ട്, സ്ട്രാറ്റജി, ഏത് വിധത്തിൽ റിസ്ക് റിഡക്ഷന് ഇതേമാതിരി നമ്മൾ ഇത് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഇതിലെന്താണ് പറയുന്നത്? 4 സച്ച് ജനറൽ സ്ട്രാറ്റജി. ഒന്ന്,
ദൃഢത, റോബസ്റ്റ്നെസ്, എബിലിറ്റി ടു വിത്ത്. ചില സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അധികം ലോസ് ഇല്ലാതെ ഇതൊക്കെ നമ്മളത് ഓവർകം ചെയ്യാൻ വേണ്ടി ഡിറ്ററേറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യണം. പിന്നെ റിസോഴ്സ്ഫുൾനെസ്, അത് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റിഡൻഡൻസി, ആവർത്തനം പാടില്ല, അതിനുള്ള സമയം ഉണ്ടാവില്ല. റാപ്പിഡിറ്റി, വേഗത, ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനുള്ള വേഗത വേണം. പിന്നെ ഡയറക്ഷൻ കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ, വാണിംഗ് കൊടുക്കണം. ഇപ്പൊ വാറൊക്കെ വരുമ്പോ വാണിംഗ് കൊടുക്കില്ല, ലൈറ്റ് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ അനുഭവിച്ചില്ല, ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് 71 വാറിലൊക്കെ. വാറ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൈറ്റില് ഇതൊക്കെ ഒരു റഡാർ ഇത് സൈറൺ അടിക്കും. അപ്പോൾ നമ്മളെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തോളണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതേമാതിരി അപകട സൂചന, പിന്നെ എമർജൻസി, പബ്ലിക് ഇൻഫർമേഷൻ, എല്ലാവർക്കും എവാക്വേഷൻ, മാറ്റി താമസിപ്പിക്കുക. ഈ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് മാറ്റി താമസിപ്പിക്കുക. അതേമാതിരി ഹെൽത്ത്, വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ എപ്പിഡമിക് ഉണ്ടാവും, പകർച്ചവ്യാധി, വാട്ടർ ബോൺ ഡിസീസസ്, അതിനുള്ള മരുന്ന് ഇതൊക്കെ വേണ്ടി വരും. പിന്നെ ഹെൽത്ത്, മെഡിക്കൽ, ഡോക്ടർ, റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ സിറ്റുവേഷണൽ അവയർനെസ്, ഓരോരോ സിറ്റുവേഷൻ, പരസ്പര അതായത് ഒരു ഇത് വേണം. പിന്നെ പ്രവർത്തനക്ഷമത, സപ്പോർട്ട് ഫോർ. പിന്നെ ഇന്നത്തെ കാലത്ത് പിന്നെ നോക്കൂ, ഈ ഇതുണ്ടല്ലോ, മൊബൈൽ, സോഷ്യൽ മീഡിയ, വെബ് ബേസ്ഡ് ആക്സസ് എല്ലാം നമ്മളെ അറിയിക്കുന്നു, അതായത് ത്രൂ സോഷ്യൽ മീഡിയ ആൾസോ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസിൽ ഉണ്ട് വേറൊരു കാര്യം. ഇതില് ഇന്റർനാഷണൽ ഡിക്കേഡ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ, IDNR. അപ്പൊ അവരുടെ ചില ഗൈഡ് ലൈൻസ് ഉണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ. അതായത് 1989 നമ്മൾ ഏത് വിധത്തിൽ നമ്മൾ അതായത് റിഡ്യൂസ് ചെയ്യണം, ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഇതുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. പിന്നെ വേറൊന്ന് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്റിഗ്രേഷൻ ഓഫ് ഡിസാസ്റ്റർ, എല്ലാം ഇന്റിഗ്രേറ്റ് ചെയ്യുക, കോർഡിനേഷൻ, ലേയിങ് എംഫസിസ് ഓൺ പ്രിപ്പയർനെസ്, കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ്, ജനങ്ങളെ സന്നിഹിതരാക്കുക, ഡെവലപ്പിംഗ് നേഷൻ, അതേമാതിരി മറ്റുള്ള രാജ്യങ്ങളുടെ ആശ്രയം നമ്മൾ മേടിക്കുക. അപ്പൊ യോക്കോഹാമ സ്ട്രാറ്റജി ഓഫ് ഡിസാസ്റ്റർ റിഡക്ഷൻ ഉണ്ട്. യോക്കോഹാമ ഡിസാസ്റ്റർ അവിടെ എന്താ വെച്ചാൽ 1994 ജപ്പാനില് അവര് ഒരു കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡിക്ലറേഷൻ, റിസ്ക് എങ്ങനെ നമ്മൾ അസസ് ചെയ്യുക, അതേമാതിരി ഡിസാസ്റ്ററിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഡെവലപ്മെന്റ് എന്താ, നമ്മൾ ഏത് വിധത്തിലാണ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്, അതേമാതിരി ഈ ഡിസാസ്റ്ററിൽ നമ്മള് പിന്നെ ഇംപെൻഡിങ് ഡിസാസ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചിലത്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എങ്ങനെ റെസ്റ്റോർ ചെയ്യുക, ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് അതെങ്ങനെ റെസ്റ്റോർ ചെയ്യുക, എങ്ങനെ ജനങ്ങളെ പാർട്ടിസിപ്പേഷന് വേണ്ടി നമ്മൾ മുമ്പിൽ കൊണ്ടുവരിക, അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് യോക്കോഹാം സ്ട്രാറ്റജി, ജപ്പാനിലെ ജപ്പാനിലെ 1994 പറഞ്ഞതാണത്. പിന്നെ ചില സമയത്ത് ചില ടെക്നോളജി ഉപയോഗിക്കണം, അത് എക്സസ് ചെയ്യണം. ഇപ്പൊ ചിലപ്പോൾ പല ടെക്നോളജി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും, അത് എക്സസ് ചെയ്യണം. പിന്നെ വേറൊന്ന് ഹൈഗോ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ. ഇത് ഓരോരോ സമ്മേളനമാണ് കേട്ടോ. ഇതും ജപ്പാനിലാണ് 2005. അതായത് ഡിസാസ്റ്റർ റിഡക്ഷനെ പറ്റിയിട്ടാണ്. ഡിസാസ്റ്റർ അതിന് എന്താണെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഇന്റിഗ്രേഷൻ ഓഫ് ഡിസാസ്റ്റർ റിസ്ക് കൺസിഡറേഷൻ പറഞ്ഞത് തന്നെയാണ് സെയിം. പിന്നെ അടുത്ത സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്ത്. നമ്മുടെ റാപ്പിഡ് ആർമഡ് ഫോഴ്സ്, നാച്ചുറൽ കലാമിറ്റി ഇതല്ലേ NDRF, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, നേവി, എയർഫോഴ്സ് എല്ലാം നമ്മൾ റെഡി ആയിട്ട് വെക്കണം അതിനെ. പിന്നെ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻക്രീസിങ് ഓഫ് ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ്. ഇത്തരത്തിൽ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് രാജ്യങ്ങൾ പരസ്പര സഹായം വേണം. കാരണം ചിലപ്പോൾ അവർക്ക് അവരുടെ നോക്കൂ, മാലി, ശ്രീലങ്ക ഇതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ വേറെ ഹെൽപ്പില്ലേ അവർക്ക്. അപ്പൊ ജനങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫല്ലേ. പിന്നെ ഡിസാസ്റ്റർ പ്രോൺ ഡെവലപ്പിംഗ് കൺട്രി, ചിലവർ ഡിസാസ്റ്റർ മാത്രമല്ല, ചില ഡെവലപ്പിംഗ് കൺട്രി, അതാണ് ഒന്ന് ജപ്പാൻ. ഡെവലപ്പിംഗ് കൺട്രീസും ഉണ്ട്. ജപ്പാൻ ഈസ് എ ഡെവലപ്ഡ് കൺട്രി കേട്ടോ. അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡിസാസ്റ്റർ പ്രോൺ ആണ് പലതും.
വെള്ളപ്പൊക്കം വരാറില്ലേ? ഇല്ലേ? പല ഭൂമികളൊക്കെ വരുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഒക്കെ ഉണ്ട്. ദർ ഈസ് ആൾസോ എ നീഡ്. നമ്മുടെ കോസ്റ്റൽ ബെൽറ്റ് കൂടുതലാണ് ഇന്ത്യയില്. നോക്കൂ, ഗുജറാത്ത് മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയോളൂ, കംപ്ലീറ്റ് ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ അങ്ങോട്ട് പോണോ. 3 വശം നമ്മുടെ കടലാണ്. മനസ്സിലായ? അപ്പൊ വെള്ളപ്പൊക്കമൊക്കെ അതേമാതിരി ഇതൊക്കെ എപ്പോഴും കരയിലേക്ക് വരാം. അപ്പോ സോ എൻ ഇന്റഗ്രേറ്റഡ് മൾട്ടി ഹസാർഡ് അപ്രോച്ച്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഹസാർഡ്, ഒരു ഹസാർഡല്ല, പല ഹസാർഡും. ഹെൽത്തിന് ഉണ്ടാവും പല പ്രശ്നങ്ങള്. അതേമാതിരി പല വിധത്തിലുള്ള ഇതുണ്ടാവും. റിസോഴ്സ് ചില സമയത്ത് റിസോഴ്സ് ഉണ്ടാവില്ല. ഫുഡ് ഇത് സപ്ലൈ ചില സമയത്ത് ഉണ്ടാവില്ല. അതേമാതിരി ജനങ്ങൾ വളരെയധികം ഇതുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ എഫക്റ്റീവ് ആവണം അതിനെ അർത്ഥം, കേട്ടോ. അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്റർനാഷണൽ യോക്കോഹാന പറഞ്ഞു, ഹൈഗോ പറഞ്ഞു. ഇനി പറയുന്നത് സെൻട്രൽ, അത് അമേരിക്ക യുണൈറ്റഡ് നേഷൻ വേൾഡ് കോൺഫറൻസ്, അതായത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഹെൽഡ് ഇൻ സെൻട്രൽ ആൾസോ ജപ്പാൻ. എല്ലാം ജപ്പാനിലാണ്. എന്തറിയോ, ജപ്പാനിൽ വരാൻ കാരണം ജപ്പാനിൽ അത്ര നാച്ചുറൽ കലാമിറ്റി ഉണ്ട്, അതാണ് അർത്ഥം. ദ്വീപ് സമൂഹമാണ്, കടലിലെ പസഫിക് ഓഷ്യനിലെ ദ്വീപാണ്, ചെറിയ കൊച്ചു 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 കൊച്ചത്. ഒരു മാല ഇത് കിടക്കമാരി കാണാം. ജപ്പാന്റെ കണ്ടോ എന്റെ ഇത് ഭൂപടം? അപ്പോ അവിടെയാണ് ഈ മീറ്റിംഗ്. സെൻട്രൽ ഫ്രെയിംവർക്ക് അവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ, പ്രിയോറിറ്റി അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ വർക്ക്, സ്ട്രെങ്തനിങ് ഡിസാസ്റ്റർ റിസ്ക്, ഇൻവെസ്റ്റിംഗ് ഡിസാസ്റ്റർ, അതായത് ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ്. ഏത് വിധത്തിൽ നമ്മൾ റിസ്ക്, അതായത് വീടുകളൊക്കെ വെക്കുമ്പോഴോ, അതേമാതിരി ജനങ്ങളെ മാറി താമസിപ്പിക്കുന്നത്, ഇൻഡസ്ട്രീസ് എവിടെ സെറ്റപ്പ് ചെയ്യണം, ബെൽറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ എവിടെയിരിക്കണം, അതേമാതിരി റോഡ്, അതുമാതിരിയുള്ള ഇതൊക്കെയുള്ള പ്രിപ്പറേഷൻ, ഇതൊക്കെ എൻഹാൻസിങ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. അപ്പൊ റെഡി ആയിട്ട് ഇരിക്കുക. പിന്നെ ഇതൊക്കെ എന്തെല്ലാം വാർണിംഗ് സിസ്റ്റം, അതിനെ പറ്റിയിട്ടാണ് സെൻട്രൽ ഇത് പറയുന്നത്. പിന്നെ സബ്സ്റ്റാൻഷ്യലി റിഡ്യൂസ് ഗ്ലോബൽ ഡിസാസ്റ്റർ. അപ്പൊ അതുകൊണ്ട് ഡിസാസ്റ്റർ നമ്മുടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ട്രാറ്റജി, ഗ്ലോബൽ ഡിസാസ്റ്റർ റെഡ്യൂസ് ചെയ്യുക. അതായത് രണ്ടാമത് പിന്നെ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക. ഡയറക്റ്റ് ഡിസാസ്റ്റർ എക്കണോമിക് ലോസ്, ഡിസാസ്റ്റർ വരുമ്പോൾ എക്കണോമിക് ലോസ് വരും. ഓക്കെ, എക്കണോമിക് ലോസ് വരും. അപ്പോൾ അത് പിന്നെ വേറൊന്ന് സബ്സ്റ്റാൻഷ്യലി എൻഹാൻസ് ദി ഇന്റർനാഷണൽ കോപ്പറേഷൻ. അത് പറഞ്ഞു, സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ദ അവൈലബിലിറ്റി ആൻഡ് ആക്സസ് ടു ദി മൾട്ടി ഹസാർഡ് ഈ ഓരോരോ വിധത്തിൽ കൈകാര്യം. ഇപ്പൊ ആറ്റോമിക് എനർജിയുടെ വിചാരിക്കുക, അത് അതേ വിധത്തിൽ. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രാറ്റജി ഏത് വിധത്തിലാണോ അപകടം, ആ വിധത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പോ ഇതാണ്. പിന്നെ ഇനി വേറൊരു കാര്യം, പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ കോണ്ടാക്ട്, ഇന്ത്യ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയും വളരെ തയ്യാറെടുപ്പ് നടത്തുന്ന കാരണം നമ്മളും ഫേസ് ചെയ്തു. അതായത് 1993 ലത്തൂർ മഹാരാഷ്ട്രയിലെ അപകടങ്ങൾ സംഭവിച്ചു. പിന്നെ മാൽപ്പ ലാൻഡ് സ്ലൈഡ് 1994 സംഭവിച്ചു. ഒറീസ സൂപ്പർ സൈക്ലോൺ 1999 സംഭവിച്ചു. ഭുജ് എർത്ത്ക്വേക്ക് 2001 സംഭവിച്ചു. ഇന്ത്യൻ ഓഷ്യൻ സുനാമി 2004. ഓക്കെ, കോസി ഫ്ലഡ്, പറ്റ്ന ബീഹാർ ഫ്ലഡ്, അത് എന്നുണ്ടാവും. അത് അങ്ങനെ പല വിധത്തിൽ സൈക്ലോണും, പിന്നെ ചെന്നൈ സൈക്ലോൺ ഫ്ലഡ്, കേരള ഫ്ലഡ് 2018, ചെന്നൈയില് 2013, ഉത്തരാഖണ്ഡ് 2013, പിന്നെ ഫ്ലഡ് ഇൻ ചെന്നൈ ആൻഡ് ഒറീസ കേരള 2018. അപ്പൊ ഹൈപവേർഡ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇവരെല്ലാം ഹൈപവേർഡ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റിന്റെ ഉണ്ട്. അതായത് നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓരോ ഇതുണ്ട്. അപ്പൊ ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, അതായത് ഓരോരോ ആക്ട് പാസ്സാക്കി, അതില് ഹോം മിനിസ്റ്ററുടെ കീഴിൽ വരുന്നുണ്ട്, എല്ലാം കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇന്ത്യയിലും ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഗൗരവപൂർവ്വം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഇതിന്റെ കൺക്ലൂഷൻ. ഓൺ ദ വോൾ, the attempt has been made in this unit to sensitize the disaster management strategy. It summarized the challenges, okay, that are to be identified and accessed upon
even before framing the strategies. Okay, and various disaster management strategies, both at the international level and the Indian context, have been highlighted, where it can be observed that there has been shift in focus from managing. അപ്പോൾ ജനങ്ങളുടെ ഓരോരോ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ അതേ കണ്ടമാനം ഫേസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമ്മളെ പ്രിപ്പയർഡ്നെസ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.